വെൽക്കം ടു വാല്യൂ പ്ലസ് അക്കാദമി. അപ്പൊ നമ്മള് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് യൂത്ത് ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്ന പേപ്പറിന്റെ യൂണിറ്റ് 2 ആണ്, ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് യൂത്ത്. അപ്പോൾ ഈ ഒരു യൂണിറ്റില് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണ്? ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡെവലപ്മെന്റ് എന്ന് നോക്കാം അല്ലെ. അപ്പൊ ഒരു ഡെഫിനിഷൻ വൈസ് ഡെവലപ്മെന്റ് എന്താണ് എന്ന് പറയുകയാണെങ്കിൽ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് ചേഞ്ച്. അതായത് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുന്നതാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന അവസ്ഥ മുതൽക്കേ അങ്ങോട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഒരാളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, പിന്നെ ത്രൂ ഔട്ട് ഓരോ ഗ്രോയിങ് സ്റ്റേജിലും ആൾക്ക് വരുന്ന ഫിസിക്കൽ ആയിട്ടുള്ള, അതേപോലെ തന്നെ മെന്റൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, മോറൽ ആയിട്ടുള്ള, അതുപോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ ചേഞ്ചസിനെയും നമ്മൾ എന്താണ് ഈ പറയുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റില് പറയുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു കീ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് തന്നെയാണ്. ഓരോ ലൈഫിന്റെ ഓരോ ഫേസസിലും ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ചേഞ്ച് ആണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ എന്താണ് പലപ്പോഴും അത് സ്റ്റേബിൾ ആയിരിക്കാം. ഇപ്പൊ ഒരു ഗ്രോത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ ആണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഹൈറ്റോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും എന്താണ് ചിലപ്പോൾ നമുക്ക് വെക്കുന്നുണ്ടായിരിക്കില്ല. സോ അതേപോലെ ചില കാര്യങ്ങൾ സ്റ്റേബിൾ ആണെങ്കിലും ചില കാര്യങ്ങൾ സ്റ്റിൽ എന്താണ് വളർന്നുകൊണ്ടേ ഇരിക്കും. ഇല്ലെങ്കിൽ എന്താണ് വളർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഈ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവഡ് ആണ് അല്ലെ. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബോത്ത് ഗ്രോയിങ് ആൻഡ് ഡിക്ലൈൻ എന്ന് പറയുന്ന രണ്ട് ആസ്പെക്ട്സുകളും അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആക്ച്വലി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളം മീനിങ് നമ്മൾ പറയുമ്പോൾ പുരോഗതി, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഈ പറയുന്ന മാറ്റങ്ങൾ വരുന്ന ഒരവസ്ഥ. അപ്പോൾ പലപ്പോഴും ഇത് എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഒരു വ്യക്തിക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളും ഒരു വ്യക്തിക്ക് കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും ഇത് എന്താണ്? നമ്മുടെ ബ്രെയിൻ മെച്യൂർ ആവുക, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ ഉണർന്നു വരിക, അതേപോലെ തന്നെ എന്താണ് ചില സ്റ്റേജസിൽ എത്തുമ്പോൾ നമ്മുടെ ചിൽഡ്രൻസ് ഹാബിറ്റ്സ് ഒക്കെ ഡിക്ലൈൻ ചെയ്യും അല്ലെ. ഇപ്പൊ ഒരു പരിധി വരെയൊക്കെ നമ്മൾ എന്താണ്, ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ മിഠായിക്ക് വേണ്ടി വാശി പിടിക്കും, ഇങ്ങനെ ചില വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാശി പിടിക്കും. ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ നമ്മൾ അത് നിർത്തും. കാരണം നമുക്കറിയാം വി ആർ നോട്ട് ചിൽഡ്രൻ, നമ്മൾ എന്താണ് മെച്യൂർ ആയി. സോ ഇതിനൊന്നും നമുക്ക് വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ. അപ്പൊ അതേപോലെ ഒരു ഹ്യൂമൻ ലൈഫിന്റെ പല ഭാഗങ്ങളിലും വരുന്ന ഇവല്യൂഷൻ ആണ്, ഇനി പല സമയത്ത് സംഭവിക്കുന്ന ചേഞ്ചസ് ആണ് ഈ പറയുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വിസ്റ്റം, ഓരോ ഏജ് കഴിയുമ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ മെമ്മറീസിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മൾ പലതും ലൈഫിൽ എന്ത് ചെയ്യും, പല കാര്യങ്ങളും നമ്മളിപ്പോ നമ്മുടെ ഒരു അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ എന്താണ്, ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും. സോ ഇങ്ങനെയൊക്കെ ഹ്യൂമൻ ലൈഫിൽ വരുന്ന ചേഞ്ചസ് ആണ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ മെച്യൂറിങ് ആൻഡ് അഡാപ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഓരോ ഹ്യൂമൻ ലൈഫിന്റെ ഓരോ ഫേസിലും വരുന്ന മാറ്റങ്ങളാണ് അല്ലെ. നമുക്ക് പലപ്പോഴും മാറ്റങ്ങൾ, ഇപ്പൊ നമ്മള് ഒരു നമ്മളൊരു 2 വർഷം മുന്നേ ചിന്തിച്ച പോലെ ആയിരിക്കില്ല നമ്മളിപ്പോ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ 2 വർഷം മുൻപ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മളിപ്പോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതൊക്കെ തന്നെ എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഹാബിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, ചിലപ്പോൾ ഇത് ഭയങ്കര ഗ്രാജുവൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് വളരെ മെല്ലെ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ള ഒരു ചേഞ്ചസ് ആയിരിക്കും. അത് ഓരോ ഇൻഡിവിജ്വലിനെയും അനുസരിച്ചിരിക്കും. മാത്രമല്ല അത് മെയിൻലി ഈ പറയുന്ന ഫാമിലി, സ്കൂൾ, ട്രഡീഷൻ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, നാഷണാലിറ്റി, അപ്പൊ ഇതിലൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ഇവിടങ്ങളിലൊക്കെ ഇതൊക്കെ എങ്ങനെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതനുസരിച്ചിട്ടിരിക്കും ഒരാളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ ആണ്. അതായത് ഒരാളുടെ ലൈഫിൽ വ്യത്യസ്ത രീതിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ അല്ല, മൾട്ടി ഡയമെൻഷണൽ വേർഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഡൊമൈൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം. ഫിസിക്കൽ, ഒരാള് സ്റ്റിൽ ആളുടെ ഒരു യങ്ങർ സ്റ്റേജ് വരെ ഒരു എന്താണ്
അഡൾട്ട്ഹുഡ് വരെ ആള് ഫിസിക്കൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ആള് എന്താണ് ഹൈറ്റ് വയ്ക്കും, വെയിറ്റ് ഗെയിൻ ചെയ്യും, ഇല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതേപോലെ തന്നെ നമുക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലെ. കൊഹനിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ഇനി നമ്മൾ വായിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ ഒക്കെ നമ്മൾ ആ നേടുന്ന അറിവുകൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നു. ഇമോഷണലി ആൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇമോഷൻസ് പലപ്പോഴും മാറി വരുന്ന രീതി കാണാം. മോറലായിട്ട് നമ്മൾ ഒരുപാട് മെച്യൂർ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മോറൽ സൈഡും എന്താണ് അതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരണം. സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കാം. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. സോ ഈ ഒരു ഡൈമെൻഷൻസ് എല്ലാം തന്നെ എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ്, ഒന്നും ഐസൊലേറ്റഡ് അല്ല. ഓൾ ടുഗെദർ വരുന്ന ഈ മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോരോ ഫേസസ്, ഈ ഡൈമെൻഷൻസ് അല്ലെങ്കിൽ ഓരോരോ ഡൊമൻസ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നോക്കുകയാണ്. അപ്പോ ഈ യൂത്തിന്റെ ഡെവലപ്മെന്റ് ആൻഡ് ചാലഞ്ചസ്, ഈ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്സ് ആൻഡ് ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ യൂത്ത് എന്താ പറയാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഐഡന്റിറ്റി, അതേപോലെ സ്കിൽ, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടിവേഷൻ. സോ ഇതൊക്കെ തന്നെ യൂത്തിൽ വരുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ്. സോ ഇത് മെയിൻലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരൊക്കെയാണ്, ഫാമിലി അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ്, സ്കൂൾ, സൊസൈറ്റി ആൻഡ് മീഡിയ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഡെവലപ്മെന്റൽ ഫേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടങ്ങളിൽ പലപ്പോഴും എന്താണ്, പലപ്പോഴും ചില ഫേസസുകളിൽ ഈ ഒരു ഡെവലപ്മെന്റിനെ ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ്, ഐഡന്റിറ്റി ക്രൈസിസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ വരുന്ന പ്രഷേഴ്സ്, എല്ലാവരും ചിലപ്പോൾ ഞാൻ അവനെ പോലെ ആവുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ നമുക്കൊരു കമ്പാരിറ്റീവ് തോട്ട് വരും, ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പഠിക്കാൻ മിടുക്കനല്ല, ഇല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് സ്പോർട്സിൽ അത്ലറ്റിക്സ് കേമനല്ല, ഇല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് മറ്റ് എന്താ പറയാ മറ്റു രീതിയിലുള്ള ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ല, അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നൽ വരാം. സോ അത് നമ്മുടെ ഡെവലപ്മെന്റിന് വരുന്ന ഒരു ഹിൻഡ്രൻസ് ആണ്. നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും, മുന്നോട്ട് ചിന്തിക്കാൻ പറ്റാതെ വരിക, ഓവറായിട്ട് നമ്മളെ ഈ ഒരു കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ ബോഡി ഇമേജ് ഇഷ്യൂസ്, ഇപ്പൊ പലരും നമ്മുടെ ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മെന്റൽ ഗ്രോത്ത് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. റിസ്ക് ബിഹേവിയേഴ്സ്, അതായത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഡെലിക്വൻസുകൾ, നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത, ഇല്ലെങ്കിൽ നമ്മളെ കാര്യമായിട്ട് അബ്യൂസ് ചെയ്യുക. സോ ഇതും ഈ പറയുന്ന സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഇഷ്യൂസ് ആണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഈ പറയുന്ന ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, ഈ പറയുന്ന വാല്യൂസ് തമ്മിലുള്ള ഒരു ക്ലാഷ് വരും. പലപ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ പാരന്റ്സിന് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴും ഒരുപാട് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ട്. ഇനി സൈക്കോളജിക്കൽ, അതേപോലെ ഫിസിക്കൽ, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഫിസിക്കൽ സ്ട്രക്ചറിലും ഫംഗ്ഷനിലും വരുന്ന ചേഞ്ചസ് നമുക്ക്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ്, വെയിറ്റ്, പബേർട്ടി ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ദെൻ ഹോർമോൺ ആൻഡ് ബോഡി ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇനി കൊഹനിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, തിങ്കിങ്, ഇന്റലിജൻസ്, ലേണിംഗ്, മെമ്മറി, ലാംഗ്വേജ്, പ്രോബ്ലം സോൾവിംഗ്, ക്രിയേറ്റിവിറ്റി, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ നമുക്ക് എന്താണ് കരിക്കുലം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അക്കാദമിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്ക് സംഭവിക്കും, അതായത് നമുക്ക് ഇമോഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുക, അതിനെ മാനേജ് ചെയ്യുക. അതായത് ചില വ്യക്തികളോട് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് വരുന്നു. അതേപോലെ നമുക്കൊരു സെൽഫ് അവയർനെസ്സും നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇമോഷനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ലൈക്ക് ഒരുപാട് ഇപ്പൊ നമുക്ക് ഒരാളോട് കാര്യമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ വ്യക്തിയോട് ദേഷ്യം കാണിക്കുന്നത് നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആങ്കറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പേടിയുണ്ട്, ആ പേടി നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, ലൈക്ക് എന്താ പറയാ, ഇതിൽ വേറൊരു ചൈൽഡ്ഹുഡിലെ എക്സാമ്പിൾ ആണ് ബേബീസ് എന്ന് പറയുന്നത്. അവരുടെ കംഫർട്ട് സോൺ ആയിട്ടുള്ള മദറിനെ കാണുമ്പോൾ ചിരിക്കുന്നു, പക്ഷെ സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ എന്താണ്, കരയുന്നു. അപ്പൊ ഇതേപോലെയുള്ള ഇമോഷണൽ ഡെവലപ്മെന്റ്സ് നമുക്ക് വരുന്നു. ഇനി മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് മോറൽ റീസണിങ് ആൻഡ് ബിഹേവിയർ. ചില കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു കുട്ടികളോട് പറയുകയാണ്, എന്താണ്, നമ്മള് വായിൽ കൈയിടരുത്, ലൈക്ക് അതവർ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ തൊട്ട് കൈയിടാതിരിക്കുക, ഇല്ലെങ്കിൽ നിലത്തുനിന്നുള്ള ഫുഡ് വേസ്റ്റ് എടുത്ത് കഴിക്കരുത് എന്ന് പറഞ്ഞ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്താണ്, അവരുടെ ഒരു മോറൽ ഡെവലപ്മെന്റ് ആണ്. അതേപോലെ തന്നെ എന്താണ്, ഒരു അതോറിറ്റി ബേസ്ഡിൽ നിന്നും ഒരു പ്രിൻസിപ്പൽ ബേസ്ഡ് മൊറാലിറ്റിയിലേക്ക് മാറുക. അതായത് ഒരാളെ പറഞ്ഞ് നമ്മൾ അനുസരിപ്പിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സ്വയം തോന്നി നമ്മൾ ചെയ്തു തുടങ്ങാം. അതേപോലെ തന്നെ ഇത് ഏജ് എക്സ്പീരിയൻസിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ലൈക്ക് ഇത് മോശമാണ് എന്ന് സ്വയം ഒരു തോന്നൽ തോന്നി നമ്മൾ തിരുത്തി വരുന്ന കുറെ
കുറെ ഹാബിറ്റ്സ്. സോഷ്യൽ ഡെവലപ്മെന്റ്, അതായത് എല്ലാവരുമായിട്ട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കുക, ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എല്ലാവരുമായിട്ടും. പിന്നെ സമൂഹത്തിൽ ഒരു എമ്പതി, നമുക്കൊരു എന്താ പറയാ, എല്ലാവരോടും ഒരു എമ്പതി ഫീൽ ചെയ്യുക. പിന്നെ സോഷ്യൽ അവയർനെസ്, നമുക്ക് സൊസൈറ്റിയോട് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എന്നുള്ള തോന്നലുകളും കാര്യങ്ങളും വരിക. ദെൻ നെക്സ്റ്റ് ആണ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇന്നർ അവയർനെസ് ഇല്ലെങ്കിൽ ലൈഫ് മീനിങ് ഒക്കെ കണ്ടെത്തുന്ന ഒരു അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൾട്ട്ഹുഡിലോട്ടൊക്കെ എത്തി ഇല്ലെങ്കിൽ ആ ഒരു ഫേസും ഏകദേശം അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് വരിക. അതായത് കുറച്ചും കൂടി നമ്മൾ ഡിവൈൻ ആയിട്ട് കണക്ട് ആവും. അതായത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഇത്, ലൈക്ക് നമുക്ക് നമ്മുടെ ഒരു ശരിക്കുള്ള സന്തോഷം എവിടെയാണ് എന്നൊക്കെ മനസ്സിലാക്കുക. അതേപോലെ സെൽഫ് അവയർനെസ്, നമ്മൾ ആരാണ്, എന്താണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എന്താണ് സ്പിരിച്വൽ പ്രാക്ടീസസ് ലൈക്ക് മെഡിറ്റേഷൻ, യോഗ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവോട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിശ്വസിച്ച് കുറെ നേരം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. സോ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എന്താണ് ശരിക്കും നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വഴിത്തിരിവ് എത്തുമ്പോഴാണ് ശരിക്കും ഞാൻ എന്തിൽ സന്തോഷം കണ്ടെത്തണം എന്നുള്ള രീതിയിലോട്ടൊക്കെ വരുന്ന ഡെവലപ്മെന്റ്സ്. സോ ഇതൊക്കെയാണ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുകളും അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയമെൻഷൻസും. ഇനി യൂത്ത് ഒരു ബ്രോഡ് ഏജ് ഗ്രൂപ്പ്, അതായത് ആരാണ് യൂത്ത്, എവിടെ മീൻസ് ആരൊക്കെയാണ് നമ്മൾ ഈ യൂത്ത് എന്ന് കൺസിഡർ ചെയ്യുന്നത്, ഇതിൽ എങ്ങനെയാണ് ഇവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു നാഷണൽ യൂത്ത് പോളിസി ഓഫ് 2014, യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഈ പോളിസി അനുസരിച്ചിട്ട് 15 to 29 ഇയേഴ്സിന്റെ ഇടയിൽ വരുന്ന ആളുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് എന്താ പറയാ, ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല, പലരും ഡിഫറെന്റ് ടൈപ്സ് ആളുകളാണ്. പിന്നെ എന്താണ് ഇവരുടെ ഇതിൽ തന്നെ നമുക്ക് എന്താണ് ഒരു ഡിവിഷൻ ഉണ്ട്, അതായത് അഡോളസൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം വരുന്നുണ്ട്. അതായത് 15 to 19 അഡോളസൻസ് ആണ്. സോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലോട്ടുള്ള ഒരു ട്രാൻസിഷണറി പീരീഡ് ആണ്. അതേപോലെ തന്നെ സ്റ്റാർട്ട്സ് ഏർലിയർ ഡ്യൂ ടു, ഇപ്പൊ പലപ്പോഴും ഈ അഡൾട്ട്ഹുഡ് അഡോളസൻസ് നമുക്ക് നേരത്തെ വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ രീതിയിലുള്ള സോഷ്യൽ ഫാക്ടേഴ്സ്, ചിലപ്പോൾ എന്താണ് 10 to 24 ഇയേഴ്സ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. ഡിപ്പെൻസ് ആണ് ലൈക്ക് ഈ പറയുന്ന പല ഫാക്ടേഴ്സും. ബി എമേർജിങ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നുണ്ട്, 19 to 29. സോ ഇവിടെയാണ് ഒരു എന്താ പറയാ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു യങ്ങർ ഫേസ് നമുക്കുള്ളത്. അല്ലെങ്കിൽ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഈ പറയുന്ന അഡൾട്ട്ഹുഡിലാണ് വരുന്നത്. അതായത് എന്താണ് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റഡ് ആണ്, അതേപോലെ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളും ജോബ്സും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇവ ഡെവലപ്മെന്റൽ സ്റ്റേജുകൾ മൊത്തം നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഏർലി അഡോളസൻസ് എന്ന് പറയുന്നത് എന്താണ് 11 to 14 ഇയേഴ്സ് ആണ്. മിഡിൽ അഡോളസൻസ് എന്ന് പറയുന്നത് 15 to 17 ഇയേഴ്സ് ആണ്. ദെൻ ലേറ്റ് അഡോളസൻസ് എന്ന് പറയുന്നത് 18 to 21 ഇയേഴ്സ് ആണ്. യങ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 20 to 24 ഇയേഴ്സ് ആണ്. സോ ഇതിലാണ് ഈ പറയുന്ന യൂത്തിനെ നമ്മൾ ഈ പറയുന്ന ഇവരുടെ ഓരോരോ ഫേസസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അഡോളസൻസ് ഇയേഴ്സിലെ ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് യൂത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അഡോളസൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഫേസ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. നമ്മൾ സെയിം ഒരു ഡെഫിനിഷൻ ആണ് ശരിക്കും. സോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൈനാമിക് ട്രാൻസിഷൻ ഫ്രോം ഫ്ലെക്സിബിൾ ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്. ചൈൽഡ്ഹുഡിൽ നിന്നും ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്ഥിരതയുള്ള ഒരു ഫേസിലോട്ട് അഡൾട്ട്ഹുഡിലോട്ട് നമ്മൾ മാറുകയാണ്. സോ ഇവിടെ മെയിൻലി എന്താണ് സയന്റിഫിക് ലിറ്ററേച്ചർ പോലെയുള്ള സംഭവങ്ങളിലൊക്കെ ഇല്ലെങ്കിൽ റൈറ്റിംഗ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 to 19 വരെയുള്ള ഏജസിലുള്ള ആളുകളെയാണ് ഈ ഒരു അഡോളസൻസ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ് അവര് എന്താ പറയാ കുറച്ച് ഈ പറയുന്ന ഫ്ലെക്സിബിൾ ആണ്, ഇല്ലെങ്കിൽ 10 ഇയേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 20 ഇയേഴ്സിൽ അവരുടെ സോഷ്യൽ ചേഞ്ചസ് കൊണ്ട് അവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് വരുന്നുണ്ട് എന്നാണ്. പക്ഷെ മോഡേൺ ഡേയ്സിൽ ഇവരെ എന്താണ് ഇവരുടെ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ വളരെ ഫാസ്റ്റിലാണ് ഇവരുടെ ഒരു ഡെവലപ്മെന്റ് യങ്ങർ ഫേസിൽ കാണിക്കുന്നതാണ് പറയുന്നത്. മെയിൻലി ഈ പറയുന്ന ടെക്നോളജി ആൻഡ് ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ്, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ അഡ്വാൻസ്മെന്റ്സിലൂടെ എന്താണ് ഏർലിയർ ആയിട്ട് തന്നെ ഇവർ സെക്ഷൽ മെച്ചുറേഷൻ ഒക്കെ സംഭവിക്കുന്നു. അതേപോലെ സെൽഫ് എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ തന്നെ
ആസ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. സോ അതാണ് ഈ പറയുന്ന അഡോളസെൻസിന്റെ ഒരു ഡെഫിനിഷൻ വരുന്നത്. ഇനി ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് അഡോളസെൻസ് നോക്കുകയാണെങ്കിൽ, ലൈക്ക് ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത് മീൻസ് ഭയങ്കര സ്പെസിഫിക് ആണ് എല്ലാ ഹ്യൂമൻ മീൻസ് ലൈഫിന്റെ സ്റ്റേജസിലും വരുന്നത്. സോ ഇത് എന്ന് പറയുന്നത് ഈ പറയുന്ന സൊസൈറ്റിയൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇതിലൂടെയൊക്കെയാണ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത് ഹാവ്കസ്റ്റ് പറയുന്നത്. സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു 8 സ്റ്റേജസ് അല്ലെങ്കിൽ 8 ടാസ്കുകൾ മീൻസ് 8 സ്റ്റേജസ് ഉണ്ട് ഈ ഒരു അഡോളസെൻസ് ഡെവലപ്മെന്റിന് എന്നാണ് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് മെച്യൂർ റിലേഷൻഷിപ്പ്, അതായത് ഡെവലപ്പിംഗ് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പിയർ ഗ്രൂപ്പ്സിന്റെ ഇടയിൽ, അതായത് രണ്ട് സെക്സിന്റെ ഇടയിൽ ഉള്ള വളരെയധികം നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്തു വരുന്നു ഈ ഒരു അഡോളസെൻസ് പീരീഡില്. പിന്നെ എന്താണ് സോഷ്യൽ റോളുകൾ നമ്മൾ മനസ്സിലാക്കുന്നു, ലൈക്ക് നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു, നമ്മുടെ കൾച്ചറൽ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീയും പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ പുരുഷനും ചെയ്യുന്നു. പിന്നെ ഒരാളുടെ ബോഡീനെ അക്സെപ്റ്റ് ചെയ്യുക, അതായത് ഫിസിക്കൽ ചേഞ്ചസ് മനസ്സിലാക്കുക, നമ്മുടെ സെൽഫ് ഇമേജ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ലൈക്ക് നമ്മുടെ ബോഡിയിൽ കോൺഫിഡന്റ് ആയിരിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫിറ്റിലേക്ക് നമ്മുടെ ബോഡീനെ കൊണ്ടുവരിക. പിന്നെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, അതായത് ഇമോഷണൽ റിലയൻസ്, അതായത് പാരന്റ്സിൽ നിന്നും പേഴ്സണൽ സ്റ്റെബിലിറ്റി, നമുക്കൊരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിലോട്ട് വരുന്നു. പിന്നെ എന്താണ് പ്രിപ്പയറിംഗ് ഫോർ ആൻ എക്കോണമിക് കരിയർ, ഒരു കരിയർ നമ്മുടെ ഇഷ്ടപ്പെട്ട കരിയർ എക്സ്പ്ലോർ ചെയ്ത് അത് നേടിയെടുക്കാം. പിന്നെ സ്കില്ലുകൾ അക്വയർ ചെയ്യുക, അതായത് വൊക്കേഷണൽ സ്കില്ലുകൾ ഇല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റീവ് വർക്ക് എന്തെങ്കിലും നമുക്ക് സൈഡ് ഓഫ് ദ കരിയർ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് നമ്മൾ അഡാപ്റ്റ് ചെയ്യാം. ഇപ്പൊ ചിലർക്ക് എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും, സോ അവരൊക്കെ അത് നോക്കും. ഇല്ലെങ്കിൽ ചിലർക്ക് എന്താണ് മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ്, ഇതൊക്കെ തന്നെ ആ ഒരു പാഷന്റെ പുറകില് പോയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ എന്താണ് വാല്യൂസ് അതുപോലെ എത്തിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരിക. മീൻസ് ലൈക്ക് നമുക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ഗൈഡൻസ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരിക. മോറൽ ജഡ്ജ്മെന്റ്സ് ഒക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തന്നെ വരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വരിക, അതായത് നമ്മള് ചിലരെന്താണ് ഒരു മീൻസ് റെസ്പോൺസിബിൾ ആവുന്നു, ഇല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ആയിട്ട് പലപ്പോഴും പല യങ്സ്റ്റേഴ്സും ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഏതെങ്കിലും ഒരു പാർട്ടീസിലോട്ടൊക്കെ കടക്കുന്നു. ലൈക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അത്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടീസ് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒക്കെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്കൽ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഉള്ളതായിരിക്കും. പലരും അതൊരു നേതാവാനോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ആയിരിക്കില്ല, ഒരു ജനസേവനം എന്നുള്ള രീതിയിലൊക്കെ മെന്റാലിറ്റിയിലൊക്കെ ആയിരിക്കും അവർ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഒരു അഡോളസെൻസ് പീരീഡിൽ നമ്മൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ പറയുന്ന ഹാവ്ഗസ്റ്റിന്റെ ഒരു അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള കീ ഡെവലപ്മെന്റൽ ടാസ്ക് ഇൻ അഡോളസെൻസ് ആയിട്ട് പറയുന്നത്. ഇനി സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് ഓഫ് യൂസ് അഡോളസെൻസ് ഇയേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബേർട്ടി, അതായത് നമ്മൾ പ്രായപൂർത്തിയാവുക. അതൊരു വൺ ഓഫ് ദ മേജർ ഫിസിക്കൽ ചേഞ്ചസ് ആണ്, ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിലിൽ സംഭവിക്കുന്നു. അതേപോലെ തന്നെ അതിന് മുൻപായിട്ട് സംഭവിക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, ലൈക്ക് നമുക്കൊരു എന്താണ് സെക്ഷൽ മെച്യൂരിറ്റി വരുന്നു. ഇപ്പോ ഒരുപാട് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള ഓർഗൻസിന് കാര്യങ്ങളിലൊക്കെ ഗ്രോത്ത് വരുന്നു, ഓവുലേഷൻ സംഭവിക്കുന്നു, മെൻസ്ട്രേഷൻ സംഭവിക്കുന്നു. ഇപ്പൊ ഗേൾസിനാണെങ്കിൽ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഈ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ബോഡി ഹെയർ ഇൻ അണ്ടർ ആംസ് ആൻഡ് പബ്ലിക് ഏരിയാസ്. അതേപോലെ തന്നെ ബോയ്സിലാണെങ്കിൽ എന്താണ് മസിൽ മാസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഒരു അഡോളസെൻസ് പീരീഡിൽ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ സോ ഈ ഒരു സമയത്ത് തന്നെയാണ് കൊഹനിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് യൂത്ത് നടക്കുന്നതും ഈ അഡോളസെൻസ് ഇയേഴ്സിൽ. മെയിൻലി ഈ ഒരു സമയത്ത് നടക്കുന്ന കൊഹനിറ്റീവ് ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തിങ്കിങ് എബിലിറ്റീസ് വരുന്നു, പ്രോബ്ലം സോൾവിങ് വരുന്നു, ഡിസിഷൻ മേക്കിംഗ് വരുന്നു, അതേപോലെ തന്നെ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വരുന്നു. പിന്നെ ഇവർക്ക് എന്താണ് ഭയങ്കരമായിട്ട് എന്താ പറയാ ഈ ഒരു അബ്സ്ട്രാക്ട് റീസണിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കുറച്ച് ഇഷ്യൂ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിഗറ്റ്സ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡോളസെൻസ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന
അഡോ മീൻസ് അഡൾട്ട്ഹുഡിലോട്ട് ഉള്ള ഒരു ഈ ഒരു ജേർണി അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഡെവലപ്പിംഗ് ആണ് ഈ ഒരു പീരീഡ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ് മീൻസ് മെയിൻലി ഒരുപാട് ഫാക്ടേഴ്സ് സംഭവിക്കുന്നതാണ്. അതായത് ഡിഡക്റ്റീവ് റീസണിങ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കൺക്ലൂഷൻസ് ജനറൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നടക്കുമ്പോൾ അത് ജനറൽ ആയിട്ട് എങ്ങനെ ആളുകളെ വിലയിരുത്തുന്നു അതിൽ നിന്ന് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ലൈക്ക് ഇത് ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ അബ്സ്ട്രാക്ട് തോട്ട്, അതായത് ലൈക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റലൈസിങ് ഇൻടാൻജിബിൾ ഐഡിയാസ് ആൻഡ് ക്വസ്റ്റ്യനിങ് റിയാലിറ്റി. ഈ റിയാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇൻടാൻജിബിൾ ആയിട്ടുള്ള ഐഡിയാസ് ഇല്ലെങ്കിൽ സോ ഇതില് അബ്സ്ട്രാക്ട് തോട്ട്സ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അബ്സ്ട്രാക്ട് തോട്ട്സിൽ പറയുമ്പോൾ മെയിൻലി അതായത് ഇൻടാൻജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഐഡിയാസ് ക്വസ്റ്റ്യൻ ഓഫ് റിയാലിറ്റി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെപ്റ്റലൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്താണ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയനെ പറ്റി പഠിക്കുന്നു. സോ ഐഡിയ മനസ്സിലാക്കിയതിന് ശേഷം അത് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരിക. അതായത് ലൈക്ക് ഫ്രീഡം എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ളതാണ്, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അത് മറ്റുള്ളവർക്കും നമ്മൾ ഇല്ലെങ്കിൽ മറ്റൊരാളുടെ ഫ്രീഡത്തിൽ നമ്മൾ ഇടപെടരുത് എന്നുള്ളത് നമ്മുടെ ലൈഫിലോട്ട് പകർത്തുന്ന ആ ഒരു ഡെവലപ്മെന്റിനെയാണ്, അല്ലെങ്കിൽ അത് ആ ഒരു തോട്ടിനെയാണ് അബ്സ്ട്രാക്ട് തോട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് മെറ്റാ കോഹിനീഷൻ എന്ന് പറയുന്നത്. ഈ മെറ്റാ കോഹിനീഷൻ എന്ന് പറയുന്നത് മെയിൻലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലൈക്ക് എന്താ പറയാ ചിന്തകളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക. ആ ഒരു രീതിയാണ് മെറ്റാ കോഹിനീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നർ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. ലൈക്ക് നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ തോട്ട്സ് എന്തൊക്കെയാണ് അതിനെ നമ്മൾ വിലയിരുത്തുക. അങ്ങനെ അതിനെ എങ്ങനെയാണ് നമ്മളിപ്പോ നമുക്ക് എക്സാമിന് പേടിയിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് നമുക്ക് എങ്ങനെ നന്നായി എഴുതാം എന്നുള്ള കാര്യങ്ങളിൽ നമ്മുടെ പേടി എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം മാറ്റിക്കൊണ്ടുവരുന്നതാണ് ഈ മെറ്റാ കോഹിനീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പ്രോബ്ലം സോൾവിംഗ് ആണ്. അത് മെയിൻലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ചസ്, ഇല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഇറേഴ്സ് നമുക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോ ഈ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നത് പോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രയൽ നടത്തിയോ അല്ലെങ്കിൽ അത് തെറ്റായ രീതിക്കോ ചെയ്യാതെ അതിന് കൃത്യമായി ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഉള്ള കാര്യത്തിനെ കൃത്യമായി മനസ്സിലാക്കി റൈറ്റ് സൊല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതാണ് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അത് മെയിൻലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ലോജിക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ പല രീതിയിൽ ലൈക്ക് പല വേർഷൻസ് അതിനെ നമ്മൾ മനസ്സിലാക്കുക. പല രീതിയിൽ ഇപ്പോ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കുക. ഇല്ലെങ്കിൽ അത് എന്താ പറയാ ആ ഒരു മീൻസ് എന്താ പറയാ വേർഷൻ എല്ലായിടത്തും ഒരുപോലെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ലൈക്ക് നെക്സ്റ്റ് ആണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇവിടെ മെയിൻലി നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അറ്റൻഷൻ ആൻഡ് മെമ്മറി ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെമ്മറി കൂടുന്നു. അതിലൂടെ എന്താണ് നമ്മുടെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ റീകോളിംഗ് എബിലിറ്റീസ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് കോഗ്നിറ്റീവ് സെൽഫ് റെഗുലേഷൻ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ട് പാറ്റേൺസിനെയൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയോ അതുപോലെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, പ്രോസസിംഗ് കപ്പാസിറ്റി ആണ്. അതായത് എഫിഷ്യന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇൻഫോർമേഷൻസ്, ഇല്ലെങ്കിൽ എന്താണ് പുതിയ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് ശരിക്കും അത് ഇൻഫോർമേഷൻ നമ്മൾ പ്രോസസ് ചെയ്യുന്ന ഒരു മോഡലിനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ അറ്റൻഷൻ മെമ്മറി ഇൻക്രീസ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ തോട്ട് പാറ്റേൺസിനെയൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ദെൻ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ തോട്ട്സിനെ കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനും പുതിയ പുതിയ ക്രിയേറ്റീവ് ആയ രീതിയിൽ നമ്മൾ പുതിയതായിട്ട് ചിന്തിക്കാനും തുടങ്ങുക. നമ്മുടെ അക്കാദമിക്സിലും മറ്റു പല കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു
എന്താ ഡെവലപ്മെന്റ്സ് കണ്ടുവരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ഗ്രോത്ത് ഇൻ അഡോളസൻസ് ഇയേഴ്സിലാണ്. അപ്പൊ മിഡിൽ അഡോളസൻസിലാണെങ്കിൽ നമ്മുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ മെയിൻലി എന്താണ് ഫാമിലിയിൽ നിന്നും ഒരു ഡിസറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഡെറ്റാച്ച്മെന്റ് ഫ്രം ഫാമിലി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ പതുക്കെ ഫാമിലി ആയിട്ട് പതുക്കെ പതുക്കെ പിന്നോട്ട് വരും. ഫ്രണ്ട്സിന് കുറച്ചും കൂടി പിയർ ഗ്രൂപ്പ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സമയമായിരിക്കും. പാരന്റ്സിൽ നിന്ന് നമ്മൾ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇമോഷണലി സെപ്പറേറ്റ് ആവാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ ബോഡി ഇമേജസ് അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി ഒക്കെ എമേർജ് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. ഇവിടെയാണ് നമ്മൾ എന്താണ് നമ്മുടെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസിനെ ഒക്കെ പറ്റി മനസ്സിലാക്കുക. നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്ന ആ ഒരു സമയം എന്ന് വേണമെങ്കിൽ, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ബോഡി കോൺഷ്യസ് ആവുക, നമ്മുടെ ഫിസിക്കിനെ പറ്റി നമ്മൾ കോൺഷ്യസ് ആവുക. അതേപോലെ തന്നെ എന്താണ് ലൈക്ക് എന്താ പറയാ ഇതിൽ നമുക്ക് ഏർലി മെച്യൂറിങ് ഗേൾസ് ആണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പലപ്പോഴും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയോ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോണോ മറ്റെന്തെങ്കിലും നമുക്ക് വ്യത്യാസങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ബോഡി ഷെയ്മിങ്ങോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താണ് അത് നമ്മളതിനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളോട്ട് നയിക്കും. ലൈക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇന്റേണലി ഒരു ഷെയിം കാര്യങ്ങൾ മുന്നോട്ട് വരാനുള്ള ഒരു നമ്മൾ എന്താണ് സമൂഹത്തിൽ നിന്ന് ഉൾവഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഈ ഒരു ഫേസിൽ നമുക്ക് കൂടുതലാണ്. ഇനി ഐഡന്റിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പിയർ ഇൻഫ്ലുവൻസും ഈ ഒരു സമയത്ത് സംഭവിക്കും. അഡോളസെൻസ് മെയിൻലി അവരുടെ ഐഡന്റിറ്റി സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ലൈക്ക് നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. പലപ്പോഴും അവരുടെ പിയർ ഗ്രൂപ്പ്സ് അവരെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഇവർ തമ്മിൽ നമ്മുടെ പാരന്റ്സുമായിട്ടുള്ള ഒരു ക്ലാഷ് വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ആയിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പലപ്പോഴും ഫ്രണ്ട്സിനോടായിരിക്കും. കാരണം ഒരു കംഫർട്ട് സോൺ ആണ് അല്ലെ. ഒരിക്കലും നമ്മള് ഒരു പരിധിയിലധികം നമ്മളോട് ഒരു കാര്യം ചെയ്യരുത്, വിലക്കില്ല. കാരണം അവർക്കും ആ ഒരു രീതിയിൽ എന്താ പറയാ ബിഹേവ് ചെയ്യാൻ ഇഷ്ടമുള്ള ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്ന ആളുകളായിരിക്കും അവരും. അപ്പൊ പലപ്പോഴും നമുക്ക് തോന്നും കറക്റ്റ് സൊല്യൂഷൻ അവരുടെ അടുത്ത് നിന്നാണ് കിട്ടുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, പാരന്റ്സിനെ നമ്മൾ ഒരു കയ്യകലം വെച്ച് ഫ്രണ്ട്സിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരേപോലെയുള്ള ഹോബീസ് ഇതൊക്കെ തന്നെ അവരുടെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഒരു എന്താ പറയാ ലൈക്ക് പലപ്പോഴും ഈ പറയുന്ന ഹോബീസ് ഫോർ സോഷ്യലൈസേഷൻ ആൻഡ് സ്കിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ പലപ്പോഴും സ്പോർട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കളിക്കാൻ പോവുക, ഇല്ലെങ്കിൽ ആർട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് തിരിയുമ്പോൾ അത് കുറച്ചും കൂടി അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് അതേപോലെ സോഷ്യലൈസേഷൻ കാര്യങ്ങൾക്കൊക്കെ വഴിതെളിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പിയർ റിലേഷൻസ് ഫ്രണ്ട്ഷിപ്പ് നോക്കുമ്പോൾ സെയിം പിയർ ഗ്രൂപ്പ്സ് എന്താ പറയാ ചിലർക്ക് കുറച്ച് പേരായിട്ട് കണക്ഷൻ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഒരുപാട് പേരായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. സോ ഇത് ഇവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തന്നെയാണ്, അതെല്ലാം നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ബോയ്സ് പലപ്പോഴും ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഫുട്ബോള് കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചുള്ള പരിചയം. നമ്മൾ പറയില്ലേ ഞങ്ങൾ കളി മേറ്റ്സ് ആണ്, ഞങ്ങളുടെ ഒരു ടീമാണ് കളിക്കാൻ, അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിട്ട് കണക്ഷൻ വരാം. പക്ഷെ ഗേൾസിന് പലപ്പോഴും ഇമോഷണൽ കണക്ഷൻസ് ആണ്. ഇപ്പൊ ക്ലാസ്മേറ്റ്സ് ഇല്ലെങ്കിൽ എന്താണ് നൈബേഴ്സ്, ആ ഒരു രീതിയിലെ കണക്ഷൻസ് ആണ് അവർക്ക് കൂടുതൽ വരിക. പിന്നെ എന്താണ് ഒരു ഡേറ്റിംഗ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു സമയത്ത്. അതേപോലെ തന്നെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ പാരന്റ്സ് മസ്റ്റ് ആയിട്ടും അവർക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ഫ്രീഡം സപ്പോർട്ട് ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കണം. ഒരു ഗൈഡൻസ് അവരെ എപ്പോഴും ഗൈഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അതേസമയം തന്നെ എല്ലാത്തിനും അവർക്ക് റെസ്ട്രിക്ഷൻസ് വെക്കാനും പാടില്ല. ഒരു ഈക്വിലിബ്രിയത്തിൽ രണ്ടും കൂടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്താണ് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പലപ്പോഴും എന്താ പറയാ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും ഈ പാരന്റ്സ് അവരെ എന്താണ് പലപ്പോഴും നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. മാത്രമല്ല പലപ്പോഴും അവർക്ക് ഇൻഡിപെൻഡൻസ് ആവശ്യമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ എന്താണ് പല കാര്യങ്ങൾക്കും അവർക്ക് സപ്പോർട്ടും ലവും ഒരേപോലെ കിട്ടേണ്ട സമയമാണ്. സോ ഇത് ഒരു ഇക്വിലിബ്രിയത്തിൽ എപ്പോഴും പാരന്റ്സ് കൊണ്ടുപോകണം. പാരന്റിങ് എന്ന് പറയുന്നത് നമ്മള് കുഞ്ഞു കൊച്ചുങ്ങളെക്കാളും കൂടുതൽ കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ പറയുന്ന അഡോളസൻസ്, ഏർലി അഡോളസൻസ് എന്ന് പറയുന്നത്.
ഇനി ഇവരുടെ ഒരു മിഡിൽ അഡോളസെൻസിൽ വരുന്ന അല്ലെങ്കിൽ ഈ അഡോളസെൻസ് പീരീഡിൽ വരുന്ന എന്താണ് ചാലഞ്ചസ് നോക്കുകയാണെങ്കിൽ ഒന്ന് പിയർ പ്രഷർ ഇവരുടെ അൺഹെൽത്തി ബിഹേവിയേഴ്സിന് കൊണ്ടുവരാം. അതായത് നമ്മൾ പറയും തെറ്റായ കൂട്ടുകെട്ടുകൾ ദുശീലങ്ങളിലേക്ക് നയിക്കുന്ന അല്ലെ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഡ്രഗ്സ് യൂസേജ് ഇതിലേക്കൊക്കെ ഇവരെ ചിലപ്പോൾ നയിക്കാം. അതേപോലെ തന്നെ ലൈക്ക് എന്താണ് പറയാ, സൈബർ ബുള്ളിങ്ങുകൾ ഇല്ലെങ്കിൽ വെർബൽ ആയിട്ടുള്ള അഗ്രഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഇവരെ പല രീതിയിലും എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ബുള്ളിങ് വിക്ടിംസ് പലപ്പോഴും എന്താണ് സ്ട്രെസ് ഡിസോർഡർ, ഡിപ്രഷൻ, ഈവൻ സൂയിസൈഡൽ തോട്ട്സ് വരെ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ഇപ്പൊ പലപ്പോഴും നമ്മൾ എന്താണ് റിസൾട്ടുകളൊക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ദോ ചിലപ്പോൾ അവർക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് എന്താണ് സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു പേടി. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഈ പറയുന്ന മിഡിൽ ഏർലി അഡോളസെൻസ് എന്ന് പറയുന്നത്. ഇനി ഏർലി അഡോളസെൻസ് പീരീഡിലുള്ള എന്താ പറയാ ഏർലി അഡൾട്ട്ഹുഡ്, നമ്മൾ അഡോളസെൻസ് പറഞ്ഞു, ഇനി അഡൾട്ട്ഹുഡിലോട്ടുള്ള ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് യൂത്ത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ടിപ്പിക്കലി 19 to 35 years വരെയാണ് നമ്മുടെ അഡൾട്ട്ഹുഡ് ഇല്ലെങ്കിൽ ഏർലി അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. സോ ഒരു ട്രാൻസിഷണറി സ്റ്റേജ് ഫ്രം അഡോളസെൻസ് ടു അഡൾട്ട്ഹുഡ് ആണ് ശരിക്കും ഈ എന്താ പറയാ ഏർലി എമർജിങ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അർനെറ്റ് ആണ് 2000 അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള പേഴ്സണൽ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. ഒരാളുടെ വാല്യൂസ്, ബിലീഫ്സ് ഒക്കെ അനുസരിച്ചിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഫോം ചെയ്തു വരുന്ന ഒരു പീരീഡ് ആണ്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ലോങ് ടേം കരിയർ അല്ലെങ്കിൽ എന്താണ് ഒരു വൊക്കേഷൻ എന്താണ് എന്നുള്ളത് ആ ഒരു വ്യക്തി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ മെച്ചുവർ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഇന്റിമേറ്റ് റിലേഷൻഷിപ്സും മാരേജ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഫാമിലി ടൈസ് ഇല്ലെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പും അഡ്ജസ്റ്റ്മെന്റ്സും പാരന്റ്സുമായിട്ട് നടത്താൻ നമ്മൾ വില്ലിങ് ആവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡൾട്ട്ഹുഡിന്റെ ഡെവലപ്മെന്റ് ടാസ്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓട്ടോണോമി അച്ചീവ് ചെയ്യുന്നു, അതായത് ഇൻഡിപെൻഡന്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, പേഴ്സണൽ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നു, ഇമോഷണൽ സ്റ്റെബിലിറ്റി വരുന്നു, അതായത് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെച്യൂരിറ്റി വരുന്നു. അപ്പോൾ അഡോളസെൻസിൽ നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ദേഷ്യം വരുന്ന സ്ഥലത്ത് നമ്മൾ ദേഷ്യം കാണിക്കും, നമുക്ക് സങ്കടം വരുന്നിടത്ത് നമുക്ക് സങ്കടം കാണിക്കാൻ സാധിക്കും, നമുക്ക് എന്താണ് തോന്നുന്ന ഫീലിങ്സ് അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അഡൾട്ട്ഹുഡിലോട്ട് വരുമ്പോൾ വാട്ട് ഈസ് എ സിറ്റുവേഷൻ അതനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് അതിനെ സ്റ്റേബിൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ വളരെയധികം സങ്കടം വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. സോ പക്ഷെ അത് കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് കാണിക്കാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദേഷ്യം വരുന്നു, കൺട്രോൾ ചെയ്തേ പറ്റൂ, നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെബിലിറ്റി വരുന്നു. കരിയർ ഡെവലപ്മെന്റ്, തീർച്ചയായിട്ടും ഈ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ ചൂസ് ചെയ്തു അതിലോട്ട് കയറുന്ന ഒരു സമയമാണ്. ലോങ് ടേം റിലേഷൻഷിപ്സ് ആയിട്ടുള്ള മാരേജ്, കമ്പാൻഷിപ്പ് അല്ലെങ്കിൽ ഡീപ് ഫ്രണ്ട്ഷിപ്പുകൾ കാര്യങ്ങളൊക്കെ. ഈ ഒരു പീരീഡിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആയിരിക്കും അല്ലെ, കാരണം ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഒരു ഹോം സെറ്റ് ചെയ്യുന്നു, ലൈക്ക് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തുടങ്ങും, നമ്മുടെ ഏർണിങ്സിൽ നിന്നും നമ്മുടെ ഫാമിലി ജീവിച്ചു തുടങ്ങുന്ന ഒരു സമയം. പാരന്റിങ്, ഫാമിലി ലൈഫിലോട്ടൊക്കെ ഇൻട്രസ്റ്റഡ് ആവുന്നു, മാരേജ് അല്ലെങ്കിൽ ചിൽഡ്രൻസിനെ റേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സമയം. കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സ്, അതായത് സോഷ്യലി റെസ്പോൺസിബിൾ ആവുന്നു, ഒരു സിവിക് ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ ടാക്സസ് അടയ്ക്കാൻ തുടങ്ങുന്നു, ഇല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകുന്നു. സോ ഇതൊക്കെ പറഞ്ഞ ഏർലി അഡൾട്ട്ഹുഡിന്റെ ഒരു ഡെവലപ്മെന്റൽ ടാസ്കുകളാണ്. ഈ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് യൂത്ത് ഏർലി അഡൾട്ട്ഹുഡ് ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ യങ് അഡൾട്ട് എന്ന് പറയുന്നത് എന്താണ് 19 to 35 years ആണ് വരുന്നത്. സോ അവർക്ക് ബെസ്റ്റ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആയിരുന്നു. ഓർഗൻസ് എന്ന് പറയുന്നത് ഫുള്ളി ഫങ്ഷൻഡ് ആണ്. അതേപോലെ ഹൈ എനർജി ലെവൽസ് ഉണ്ട്, ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ സയൻസ് ഓഫ് ഏജിങ് സംഭവിക്കുന്നു, അതായത് മിഡ് ലേറ്റ് അല്ലെങ്കിൽ ലേറ്റ് 30s എത്തുമ്പോഴേക്കും അവരുടെ ഹെൽത്ത് പതുക്കെ ഡിക്ലൈൻ, അതായത് നമ്മുടെ ലൈഫ് എന്താ പറയാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യത, ഡയബറ്റിക്സ്, പ്രഷർ, ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ, കൊളസ്ട്രോൾ, തൈറോയിഡ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു. അതേപോലെ തന്നെ എന്താണ് ലൈക്ക് മാനുവൽ ഒരു
മീൻസ് നമ്മുടെ പവർ കാര്യങ്ങൾ പതുക്കെ കുറഞ്ഞു വരുന്നു, മെറ്റാബോളിസം പതുക്കെ കുറഞ്ഞു വരുന്നു. അത് പലപ്പോഴും നമ്മുടെ വെയിറ്റിനെയും ഫിറ്റ്നസിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചോയ്സ്. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയർ ചോയ്സ് ആയിട്ട് മാറുന്നു. ബയോളജിക്കൽ ലിമിറ്റേഷൻസിന് പുറമെ ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് വെൽ മെയിൻറ്റൈൻഡ് ബോഡിയാക്കി, ഹെൽത്തി ബോഡിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബിഹേവിയറൽ ചോയ്സ് ആയിട്ട് മാറുകയാണ്. കാരണം ഇനി ബോഡി വളരില്ല, ഇനി നമുക്കിപ്പോ കൂടുതലായിട്ടുള്ള പ്രതിരോധശേഷിയൊന്നും ബോഡി കാണിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ അൺഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ടുള്ള സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസംഷൻ ആൻഡ് പുവർ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ലോങ് ടേം ഹെൽത്ത് ഡിസീസസ് വരാനുള്ള സാധ്യത വരുന്നു. പിന്നെ സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ചേഞ്ചസും വരുന്നുണ്ട്. പീക്ക് സെക്ഷൽ റെസ്പോൺസീവ്നെസ് ഏർലി അഡൾട്ട്ഹുഡിലാണ് സംഭവിക്കുന്നത്. മാൻ ഏകദേശം ഒരു 10 to 20 ഏർലി 20s ഭയങ്കരമായിട്ടുള്ള ഹൈ സെക്ഷൽ എന്താ പറയാ അറോസൽ ആണ് കാണിക്കുന്നത്. വുമൺ എന്ന് പറയുന്നത് അവരുടെ ലേറ്റ് 13s to 14s വരെയാണ് സെക്ഷൽ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഒരുപാട് അർബൻ യൂത്ത് അല്ലെങ്കിൽ എന്താണ് ഡിലേ മാരേജസ് ഒക്കെ തന്നെ, അല്ലെങ്കിൽ പാരന്റ്ഹുഡ് കരിയർ പ്രയോറിറ്റൈസ് ചെയ്യുക, എഡ്യൂക്കേഷൻ, ഇതൊക്കെ തന്നെ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് മെന്റാലിറ്റീനെ നമുക്ക് ചേഞ്ച് ചെയ്യും അല്ലെ. പിന്നെ സോഷ്യൽ ക്ലോക്ക് അല്ലെങ്കിൽ ലൈഫ് മൈൽ സ്റ്റോൺസ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നെഗേറിറ്റൻസ് സോഷ്യൽ ക്ലോക്കിൽ അദ്ദേഹം പറയുന്ന ഏജ് റിലേറ്റഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് മേജർ ലൈഫ്, കരിയർ, മാരേജ്, പാരന്റ്ഹുഡ്, ഇതൊക്കെ ഈ ഒരു പീരീഡിലാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ സൊസൈറ്റി എന്താണ് ട്രഡീഷണൽ അഡൾട്ട്ഹുഡ് മേക്കേഴ്സിൽ നിന്നും വിത്ത് അഡൾട്ട്ഹുഡിലോട്ടുള്ള ഒരു ട്രഡീഷൻ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് യൂത്ത് ഇയർ ഏർലി അഡൾട്ട്ഹുഡ് ഇയേഴ്സിൽ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ കരിയർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് തന്നെയാണ്. ലൈക്ക് അവരുടെ കരിയർ ഐഡന്റിഫൈ ചെയ്യുന്നു, അവർ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്ന ഒരു സമയമാണ്. ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുന്നു, ജോബ് സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്സിൽ എടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ്, മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ആർട്സ്, ഇതിലൊക്കെ തന്നെ ഒരു എക്സ്പേർട്സ് ആയിട്ട് മാറുന്നു. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് മാറുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പീരീഡിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള. ഇതില് എന്താ പറയാ പോസ്റ്റ് ഫോർമൽ തോട്ട് റിഗറൽ റൈഗൽ 1975 അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ പിഗറ്റ്സിന്റെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിനേക്കാളും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് തിങ്കിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടും മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഡയലക്റ്റിക്കൽ റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു തിയറിയിലോട്ട് വരുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സ് ലൈക്ക് നമ്മുടെ റിജിഡ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സിനേക്കാളും കൂടുതൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഒരുപാട് അതായത് എന്താണോ സംഗതി നടക്കുന്നത് അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് കോംപ്ലക്സിറ്റി ഇൻ ലൈഫ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. അതായത് ലൈക്ക് എന്താണ് ലൈഫിലുള്ള കോംപ്ലക്സിറ്റീസ്, ലൈഫ് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ലൈക്ക് കോൺട്രഡിക്ഷൻസ് ആൻഡ് ഓഫ് ഡെയിലി ലൈഫ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതായത് നമുക്ക് ഇൻകം വേണം, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് പല സോഷ്യൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഓവർകം ചെയ്യണം, സ്ട്രെസ്സിനെ ഓവർകം ചെയ്യണം. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഷിഫ്റ്റ് ടു ഐഡിയലിസ്റ്റിക് തിങ്കിങ് ടു റിയലിസ്റ്റിക് പ്രോബ്ലം സോൾവിങ്. ഇപ്പൊ നമ്മൾ പണ്ട് കുഞ്ഞായിരുന്നപ്പോ ഇല്ലെങ്കിൽ നമ്മുടെ അഡോളസെന്റ് സ്പേസിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഗൈഡൻസ് സീക്ക് ചെയ്തിട്ടൊക്കെ പലപ്പോഴും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു എന്നുള്ളത്, പാരന്റ്സിനെ കൂട്ടി വിളിക്കുന്നു, ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്, അതായത് നമ്മൾ ഇമാജിനേഷൻസിലൊന്നും നടക്കാത്ത രീതിയിൽ കറക്റ്റ് എന്താണോ പ്രോബ്ലത്തിന് സോൾവിങ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക, അത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ പറയാ സൊല്യൂഷൻസ് ആയിരിക്കും ആബ്സല്യൂട്ട് ആൻസേഴ്സിനേക്കാളും കൂടുതൽ. അതായത് കറക്റ്റ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലാതെ നമുക്കൊരാളെ ഇപ്പൊ ഈ പറയുന്ന അഡോളസൻസ് പീരീഡിൽ ഈ പറയുന്ന രീതിയിൽ ഒരു പരിധി വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പാരന്റ്സ് ഉണ്ട്. ലൈക്ക് അവരോട് എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ തോട്ട്സിനെ വിവരിച്ചാൽ മതിയായിരിക്കും. അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ പാരന്റ്സ് സഹായിക്കും. പക്ഷെ ഈ പറയുന്ന അഡൾട്ട്ഹുഡ് ഫേസ് ആകുമ്പോഴേക്കും നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിറ്റി ഒക്കെ ഐഡന്റിഫൈഡ് ആണ്. സോ അവിടെ നമുക്ക് ഒരിക്കലും ആബ്സല്യൂട്ട് ആൻസേഴ്സ് അല്ല വേണ്ടത്, കറക്റ്റ് സൊല്യൂഷൻ ആണ്, ആക്ഷൻ ആണ് വേണ്ടത്, നോട്ട് തിങ്കിങ് എന്നുള്ള പ്രോസസ് ആണ് പറയുന്നത്.
ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് യൂത്ത് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് നോക്കുകയാണെങ്കിൽ മെയിൻലി ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്നൊരു കോൺസെപ്റ്റ് ആണ് എറിക്സൺ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് യങ് അഡൾട്ട്സ് എന്താണ് ഒരുപാട് സൈക്കോളജിക്കൽ ചലഞ്ചസ് ഈ പറയുന്ന ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതിന് കൊണ്ടുവരുന്നുണ്ട്, മീൻസ് അവരുടെ ഡെയിലി ഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കുറച്ച് ഇൻഫ്ലുവൻസിലാവും അഡോളസെൻസിലേക്കാളും വെച്ച് നോക്കുമ്പോൾ. ഒരു ഇന്റിമസി നമുക്ക് കൂടുതലായിട്ട് സാധിക്കാം. അതായത് ഒരാളോട് കൂടുതലായിട്ട് ഒരു അടുപ്പം, ഇപ്പൊ ഒരു വൈഫ് ഇല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ പാർട്ട്ണർ ആരാണോ അയാളുമായിട്ട്, അല്ലെങ്കിൽ ഒരു തിരിച്ച് വുമൺ ആണെങ്കിലും ഹസ്ബൻഡ് ഇല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ, ആ ഒരു രീതിയിൽ അവരുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്ന ഒരു അവസ്ഥ. പിന്നെ ഐഡന്റിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് നോക്കുകയാണെങ്കിൽ യങ് അഡൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് സെൻസ് ഓഫ് ഐഡന്റിറ്റി അവർക്കുണ്ട്. അവരുടെ ബോഡി ഇമേജ് അടക്കം ലൈക്ക് എല്ലാത്തിലും അവർക്കൊരു ലൈക്ക് ഞാൻ ഇങ്ങനെയാണ് എന്നൊരു ബോധം അവർക്ക് ഉണ്ടായിരിക്കും. ഗ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് പാരന്റ്സ് പലപ്പോഴും അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അവർ ഏൺ ചെയ്യുന്ന ആളുകളാണ്, അവർ സ്വന്തമായിട്ട് വീട് നോക്കുന്ന ആളുകളാണ്. സോ നമുക്ക് അവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ എംപതി, ഇമോഷൻ, മെച്യൂരിറ്റി ഇതൊക്കെ തന്നെ ഇൻക്രീസ്ഡ് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കും. കരിയർ അഡൾട്ട് റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരു കരിയർ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ എന്താണ് ക്വാളിഫിക്കേഷൻസ് ലൈക്ക് ട്രെയിനിങ്, ജോബ് സെലക്ഷൻ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മെനി യൂത്ത് ഇൻ ഇന്ത്യ ട്വന്റീസിലൊക്കെ തന്നെ പലപ്പോഴും എന്താണ് സിവിൽ സർവീസ് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് സെഷൻസ്, PSC എക്സാംസ് പോലത്തെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവർ എന്താണ് കരിയറിൽ അഡൾട്ട് റെസ്പോൺസിബിലിറ്റീസ് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏർലി അഡൾട്ട്ഹുഡിലെ ചാലഞ്ചസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് പലപ്പോഴും കൃത്യമായ രീതിയിൽ നമ്മൾ എത്തിപ്പെടാതെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരിക്കും നമ്മുടെ കരിയർ ലൈഫ് ഗോൾസിലൊക്കെ എത്തുമ്പോൾ. അൺഎംപ്ലോയ്മെന്റ് ഒരു ഫാക്ടർ ആണ്. ലൈക്ക് നമ്മുടെ ഡെവലപ്മെന്റിനെ ഫേസ് ചെയ്യും. നമ്മൾ പഠിച്ചു, നമ്മൾ ക്വാളിഫൈഡ് ആണ്, ബട്ട് വി ആർ നോട്ട് ഗെറ്റ് എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പിന്നിലോട്ട് നമ്മളത് വലിക്കും. കരിയർ ബിൽഡിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും സ്ട്രെസ്ഫുൾ ആണ് അല്ലെ, നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന ജോലി ആയിരിക്കില്ല നമുക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, അതിൽ നമ്മൾ സംതൃപ്തരായിരിക്കില്ല, പക്ഷെ നമുക്ക് ഏൺ ചെയ്തേ പറ്റൂ, മുന്നോട്ട് പോകണം ലൈഫ്. സോ നമ്മൾ അതിൽ കിട്ടിയ ജോലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് നമുക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇനി ഡാനിയൽ ലെവിൻസ്റ്റൺസ് തിയറി ഓഫ് അഡൾട്ട് ഡെവലപ്മെന്റിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്റ്റേജസ് ആൻഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽസിന്റെ എക്സ്പീരിയൻസസ് അനുസരിച്ചിട്ടാണ് ത്രൂ ഔട്ട് ദ അഡൾട്ട്ഹുഡിൽ എന്നാണ് പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് സീസൺസ് ഓഫ് ലൈഫ് തിയറി ആണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് ഡിസ്റ്റൻസ് സ്പേസിലൂടെ ഒരു അഡൾട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലൈഫ് സ്ട്രക്ചർ. ലൈഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺസിന്റെ ഒരു ലൈഫ് എന്താ പറയാ എങ്ങനെയാണ് റിലേഷൻഷിപ്പിലൂടെയും കരിയറിലൂടെയും പേഴ്സണൽ വാല്യൂസിലൂടെയൊക്കെ ഫോം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ട്രാൻസിഷൻ. ലെവിൻസൺ പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ട്രാൻസിഷൻസ് ഈ പറയുന്ന ഓരോ 5 വർഷങ്ങൾക്കിടയിലും എന്താണ് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു 4 മേജർ അഡൾട്ട്ഹുഡ് ഇറാസ് പറയുന്നുണ്ട്. ഏർലി അഡൾട്ട്ഹുഡിൽ പറയുന്നത് ഇൻഡിപെൻഡൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കരിയർ എക്സ്പ്ലോറേഷൻ സംഭവിക്കുന്നു, റിലേഷൻഷിപ്സ് ഫോം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഈ എമേർജിംഗ് ആയിട്ട് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 20 to 28 ഏജസിന്റെ ഇടയിലാണ് വരുന്നത്. ഇവിടെ എന്താണ് കരിയർ ഗോൾസ് നമ്മൾ പെർസ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്സും അതേപോലെ തന്നെ എന്താണ് ലൈഫ് ചോയ്സുകളും റിഫൈൻ ചെയ്തു വരുന്നു. ആൻഡ് ഏജ് 30 ആയപ്പോഴേക്കും എന്താണ് അല്ലെങ്കിൽ ഒരു 30 ട്രാൻസിഷനിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി റീവാലുവേറ്റിംഗ് നമ്മുടെ ലൈഫ് ഡിസിഷൻസിനെ നമ്മൾ റീവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ദെൻ മിഡിൽ ട്രാൻസ്ഫോർമേഷൻ അല്ല സോറി ട്രാൻസിഷൻ അല്ല ട്രാൻസിഷൻ, അതായത് 14 to 45 ഇയേഴ്സിന്റെ ഇടയിൽ പറയുന്നത് ഒരു പീരീഡ് ഓഫ് റിഫ്ലക്ഷൻ, നമ്മുടെ ഇത്രയും നാളത്തെ ലൈഫിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ലൈക്ക് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ എന്താ പറയാ നമ്മുടെ അച്ചീവ്മെന്റ്സ് ഇല്ലെങ്കിൽ നമ്മുടെ റിസിഷൻസ് ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ടുള്ള ജേണിനെ നയിക്കുന്നതെന്നുള്ള നമ്മള് കാര്യമായിട്ട് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഫേസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് യൂത്ത് ഏർലി അഡൾട്ട്ഹുഡ് ഇയേഴ്സിൽ പറയുമ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകൾ ഏർലി അഡൾട്ട്ഹുഡിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഐഡന്റിറ്റി ആൻഡ് ഇന്റിമസി എന്നുള്ള റിക്സന്റെ തിയറി ഇവിടെ നമുക്ക് പറയാം. അതായത് സെക്യൂർ ഐഡന്റിറ്റി ഫോസ്റ്റേഴ്സ് ഇന്റിമേറ്റ് വരുന്നു. അതേപോലെ തന്നെ എന്താണ് കരിയർ ഡെവലപ്മെന്റ്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ അത് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരുന്നു. നമുക്ക് അഫയർ ഉണ്ട്, ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ജോബ് വേണം. അതേപോലെ തന്നെ
യങ് അഡൾട്ട്സിന് പുതിയ റൊമാൻറ്റിക് എക്സ്പീരിയൻസസ് വരുന്നു, ഡീപ്പർ ഇമോഷൻ ബോൺഡ്സ് ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ലോങ് ടേം റിലേഷൻഷിപ്സ് കമ്മിറ്റ്മെന്റ്സിലോട്ട് വരുന്നു എന്നുള്ളതാണ്. ഡിസിഷൻ മേക്കിംഗ് ഇൻ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ് മെച്യൂർ ആൻഡ് ഇന്റൻഷണൽ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. പാരന്റ് ചൈൽഡ് റിലേഷൻസിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ഇൻഡിപെൻഡന്റ് ആവുന്നു. ഇമോഷണൽ ടൈസിലാണെങ്കിലും ഇക്കണോമിക്കൽ ടൈസിലാണെങ്കിലും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു. പാരന്റ്സ് എന്ന് പറയുന്നത് ഗ്രാജുവലി ഒരു മെന്ററിങ് ഒരു ഇതിലേക്ക്, ലൈക്ക് നമ്മളെ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ വീടിനൊക്കെ നോക്കി തുടങ്ങുമ്പോൾ നമ്മുടെ പാരന്റ്സ് പലപ്പോഴും എന്ത് പറയുന്നു,